പ്രേംലലട, അഹമ്മദാബാദിൽ ഉണ്ടായ വിമാന ദുരന്തം, അതിൻ്റെ ചുരുളുകൾ ഇപ്പോഴും അഴിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് അത് സംഭവിച്ചത്, എന്താണ് അതിന് പറ്റിയതെന്നൊക്കെയുള്ളത്. അതിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ, വിശ്വാസിൻ്റെ അവിശ്വസനീയമായ രക്ഷപ്പെടൽ, അത് തന്നെയാണ് ഇപ്പോഴും ചർച്ച ചെയ്യുന്നത്. ഒരു വലിയ ഗുരുതരമായ പരിക്കുകളൊന്നും പറ്റാതെ നടന്ന് വരുന്ന വിശ്വാസിൻ്റെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ ഇപ്പോഴും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ എങ്ങനെയാണ് ഇത്രയും വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നുള്ളൊരു വലിയ ചോദ്യം. ഇതുവരെ കാണാത്ത രഞ്ജിത നായരുടെ മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. 100 പവനോളം ആ സ്ഥലത്തുണ്ടായിരുന്നു, വിമാന അപകടം നടന്ന സ്ഥലത്തുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അത് കാണാതായിട്ടുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ മുഴുവൻ ദുരൂഹതയാണ് ഈ വിമാന അപകടം ഉണ്ടായത് മുതൽ ഇതുവരെയുള്ള. ഇപ്പോൾ വിശ്വാസ് കുമാർ ആശുപത്രി വിട്ടു, അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിൽ ഒരു ഹോട്ടലിലാണ് കഴിയുന്നത്. കൃത്യമായ സുരക്ഷിതത്വത്തെ കാരണം അയാൾക്ക് മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥ പറയാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് അയാൾ പറയുന്നത് മുഴുവനായി ഇപ്പോഴും ഉദ്യോഗസ്ഥർ വിശ്വസിച്ചിട്ടുമില്ല. ഈ ഓടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തകരാൻ പോകുന്ന വിമാനത്തിൻ്റെ എമർജൻസി വാതിൽ അങ്ങനെ തുറക്കാൻ കഴിയില്ല എന്ന് ചില വിദഗ്ധരായിട്ടുള്ള വിരമിച്ച ക്യാപ്റ്റന്മാർ അടക്കം പറയുന്നുണ്ട്, പൈലറ്റിൻ്റെ ക്യാപ്റ്റന്മാർ അടക്കം. എന്തായിരിക്കും അപ്പോൾ ഇതിൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നത്? സാധാരണഗതിയിൽ ഇത്രയും ഗുരുതരമായ ഒരു അപകടം ഉണ്ടാകുന്നു. എനിക്ക് തോന്നുന്നു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്ന് തന്നെയാണിത്. അത്രയും വലിയൊരു അപകടം ഉണ്ടാകുമ്പോൾ പ്രാഥമികമായി തന്നെ എന്താണ് അപകട കാരണം എന്നൊരു പ്രാഥമിക വിലയിരുത്തലെങ്കിലും ഉണ്ടാകേണ്ടതാണ്. ഈ അപകടം നടന്ന് ഒരാഴ്ച പിന്നിട്ടു, ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. എന്താണ് അപകട കാരണമെന്ന് ഇപ്പോഴും ഒരു എത്തും പിടിയുമില്ല. പക്ഷേ സാധാരണഗതിയിൽ ഒരു വിമാന അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോഴൊക്കെ ഈ വിമാനം കടലിൽ പതിക്കുകയോ മറ്റു ചെയ്തതിൻ്റെ ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും. നമുക്കറിയാമല്ലോ, ഒരു മലേഷ്യൻ എയർലൈൻസ് എവിടെ പോയി എന്ന് ഇപ്പോഴും അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഈ അപകട കാരണം കണ്ടെത്താൻ ഇത്തിരി പ്രയാസമായിരിക്കും. പക്ഷേ ഇത് നമ്മുടെ മുമ്പിൽ തെളിവുകളെല്ലാം ഉണ്ട്. അപ്പോഴും അപകട കാരണം എന്തെന്ന് ആർക്കും ഇല്ല. കുറേ നിഗമനങ്ങൾ, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരുടെ നിഗമനങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇനി ഈ വിശ്വാസ് കുമാറിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ഒരു സൂപ്പർ നാച്ചുറൽ പവറുള്ള ഒരാൾക്ക് മാത്രമേ ഇത്രയും വലിയൊരു അപകടത്തെ അതിജീവിക്കാൻ പറ്റുള്ളൂ. അയാളൊരു സാധാരണക്കാരനാണ്. അപ്പോൾ അയാളുടെ ശരീരഭാഷയും ആ നിലയ്ക്കാണ്. കാര്യം ഒരു അപകടം നടന്ന് പുറത്തിറങ്ങുമ്പോൾ അയാൾ മൊബൈൽ ഫോണിൽ ആരെയോ സംസാരിച്ച് നടന്നങ്ങ് പോവുകയാണ്. ഒരു ഞെട്ടലോ പരിഭ്രമമോ ഒന്നുമില്ല. ചിലപ്പോൾ അയാളുടെ ആ ഒരു മാനസിക നില ചിലപ്പോൾ എന്താണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ എന്താണ് തനിക്ക് ചുറ്റും നടന്നതെന്ന് കൃത്യമായി അയാൾ മനസ്സിലാക്കുന്നുണ്ടാവില്ല. എന്തോ നമുക്കിപ്പോഴും അയാളെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്താൻ പര്യാപ്തമായ യാതൊരു തെളിവും നമ്മുടെ മുമ്പിലില്ല. ആകെ ഉള്ളത് ഇയാൾ ഈ എമർജൻസി വാതിൽ തുറന്ന് പുറത്ത് ചാടിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു വിമാനം അത് നിലത്ത് നിൽക്കുമ്പോൾ ഒരു അപകട സ്ഥലത്ത് എമർജൻസി ലാൻഡിങ് നടത്തി കഴിയുമ്പോഴാണ് ഈ എമർജൻസി എക്സിറ്റ് തുറക്കാൻ സാധിക്കുക. അത് പറന്നുകൊണ്ടിരിക്കുമ്പോൾ സാധാരണഗതിയിൽ അത് പറ്റില്ല. കാരണം ഇതിൻ്റെ ഹാൻഡിൽ, എമർജൻസി എക്സിൻ്റെ ഹാൻഡിൽ ഒരു ആവരണം കൊണ്ട് മൂടിയ നിലയിലായിരിക്കും. അതായത് നമ്മുടെ ഈ മനസ്സിലാക്കാൻ എളുപ്പത്തിൽ പറയാം, നമ്മുടെ ഈ വലിയ കെട്ടിടങ്ങളിലൊക്കെ ഈ അഗ്നിശമന ഉപകരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ചില്ല് പൊട്ടിച്ചിട്ട് ഒരു ചുറ്റിക എടുക്കുക, എന്നിട്ട് ആദ്യം ആ ചില്ല് ബ്രേക്ക് ചെയ്യണം എന്ന് പറയുന്നത് പോലെ ഈ എമർജൻസി എക്സിറ്റിൻ്റെ ആദ്യം ഈ ഹാൻഡിലുണ്ടല്ലോ, ഇതിൻ്റെ ഹാൻഡിൽ പിടിച്ച് വലിച്ചാലാണ് തുറക്കുക. അപ്പോൾ അത് ഒരു ആവരണം കൊണ്ട് മൂടിയിരിക്കും. ഈ 33 സെക്കൻഡ് സമയത്തിനിടയിൽ ഇയാൾ സീറ്റ് ബെൽറ്റ് അഴിക്കുവോ, ഈ എമർജൻസി എക്സിറ്റിൻ്റെ ആവരണം അഴിക്കാൻ പോവുമോ, അതിനുള്ള സമയം അയാൾക്ക് കിട്ടിക്കാണില്ല. ഒന്നെങ്കിൽ അയാൾ 6ാം ഇന്ദ്രിയം ഉപയോഗിച്ച് ഈ അപകടം മുൻകൂട്ടി കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇയാൾക്ക് ഇവിടെ ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു മുൻകൂട്ടി അറിയാം, അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ കരമിറങ്ങി പ്രവർത്തിച്ചു. അങ്ങനെയൊക്കെ അതിനെ നിർവചിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് യുക്തിപരമായ മറ്റൊരു സാധ്യത കൂടിയുണ്ട് ഇയാൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത്. ഈ MBBS വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഹോസ്റ്റലും അവരുടെ മറ്റേ മെസ്സും അടങ്ങുന്ന ഒരു 4 കെട്ടിടങ്ങളുടെ ഇടയിലാണ് ഈ വിമാനം ചെന്ന് വീഴുന്നത്. ആദ്യത്തെ കെട്ടിടത്തിൽ ചെന്ന് ഇടിക്കുമ്പോൾ തന്നെ ഈ വിമാനത്തിൻ്റെ പിൻഭാഗം ഉണ്ടല്ലോ, വാലുഭാഗം, അത് അവിടെ നമ്മുടെ ഇപ്പം അതിൻ്റെ വിഷ്വൽസുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ആ വാൽഭാഗം മാത്രം അവിടെ ഇരുന്നു. ബാക്കിയുള്ള ഭാഗം നിരങ്ങി മുമ്പോട്ട് നീങ്ങി ഈ കെട്ടിടങ്ങളൊക്കെ കഴിഞ്ഞ് താഴത്ത് വീണ് അവിടെ വെച്ചാണ് ഇത് കത്തുന്നത്. അപ്പോൾ ഇതിനിടയിലുള്ള ഏകദേശം ഒരു 100-150 മീറ്ററോളം ഗ്യാപ്പുണ്ട്.
ആ ഗ്യാപ്പുള്ള സ്ഥലത്ത് ഒരുപാട് മൃതദേഹങ്ങൾ ചിതറി വീണിട്ടുണ്ടാകും, കുറേ ആൾക്കാർ വീണിട്ടുണ്ടാകും. അതിനിടയിൽ ഇയാളും ഉണ്ടാകാം. ഈ വിശ്വാസ് കുമാർ എന്ന് പറയുന്നയാൾ ഈ 2 പീസായി പോയതിനിടയിൽ ഇയാൾ തെറിച്ച് വീണിട്ടുണ്ടാകാം. അതിൽ നിന്ന് ഇയാൾ അത്ഭുതകരമായി കാര്യമായ പരിക്കുകളോ ഒന്നുമില്ലാതെ, അയാളുടെ കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട്, കൈക്കും കാലിനും ചെറിയ മുറിവുണ്ട്, ഇതൊക്കെ ഉള്ളൂ. അങ്ങനെ വന്നിട്ടുണ്ടാകാം, അതാണ് സാധ്യത. അല്ലാണ്ട് ഈ പറയുന്ന പോലെ ആ ഇതിനിടയിൽ ഇയാൾക്ക് എമർജൻസി എക്സിറ്റ് തുറന്ന് വരാനുള്ള സാധ്യതയൊക്കെ വളരെ വിരളമാണ്. എന്നിരുന്നാലും അപകടത്തെക്കുറിച്ച് ഇപ്പോഴും വലിയൊരു പുകമറ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിലുള്ളത് ഈ എൻജിൻ തകരാറായിട്ടുണ്ടാകാം, 2 എൻജിനുകൾ ഒരേ സമയം തകരാറിലായിട്ടുണ്ടാകാം എന്നുള്ളതാണ്. പക്ഷേ അതിനും സാധ്യത വളരെ കുറവാണ്. കാര്യം ഒരേ സമയം 2 എൻജിനുകൾ എങ്ങനെ ഇതുവരെ അങ്ങനെ അപൂർവങ്ങൾ എന്നാണ് ഇത് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഒരേ സമയം ഒരു എൻജിനൊക്കെ തകരാറിലാകാറുണ്ട്. പിന്നെ പക്ഷി വന്ന് ഇടിച്ചിട്ടുണ്ടാകാം. പക്ഷി വന്ന് ഇടിച്ചാലും 2 എൻജിനുകൾ എങ്ങനെ ഒരേ സമയം തകരാറിലാകും? അപ്പോൾ ഉറപ്പായിട്ടും എന്തോ ഗുരുതരമായ സാങ്കേതിക പിഴവ് ആ വിമാനത്തിനുണ്ടായിരുന്നു. അത് ചിലപ്പോൾ ഒരു സോഫ്റ്റ്വെയർ മാൽ ഫങ്ഷൻ ആവാം. അതായത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് ഓരോ വിമാനങ്ങൾ, ഈ ഓട്ടോ പൈലറ്റ് എന്നൊക്കെ പറയും. മനുഷ്യ അധ്വാനം വളരെ കുറവാണ് ഈ വിമാനം നിയന്ത്രിക്കുന്നതിൽ. എന്നാൽ സ്കിൽഡ് ആയിട്ടുള്ള പണി വേണ്ട സമയമുണ്ട്, മനുഷ്യർ തന്നെ നിയന്ത്രിക്കേണ്ട അവസ്ഥയുണ്ട്. എന്നിരുന്നാലും ഏറെക്കുറെ കമ്പ്യൂട്ടർ നിയന്ത്രിതമാണ് ഈ വിമാനങ്ങൾ. അപ്പോൾ അതിലുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൽ എന്തോ ഗുരുതരമായൊരു പിഴവ് പറ്റിയിട്ടുണ്ടാകാം. അങ്ങനെ സ്വിച്ച് ഇട്ട പോലെ ഈ 2 എഞ്ചിനുകൾ ഒരേ സമയം നിലച്ചു, പ്രവർത്തനം നിലച്ചു. അപ്പോൾ ഉയർന്നു പൊങ്ങിയ വിമാനം പെട്ടെന്ന് അതിന് ലിഫ്റ്റും ത്രസ്റ്റും കിട്ടിയില്ല. ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പൊങ്ങാനുള്ള ആ ഒരു ശക്തിയും ത്രസ്റ്റ് മുമ്പോട്ട് പോകാനുള്ള ആ ഒരു തള്ളും കിട്ടിയില്ല. അങ്ങനെ ഈ വിമാനം മൂക്കും കുത്തി വീണു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഒരു സാധാരണഗതിയിലൊരു സംശയം, അതായത് ലണ്ടനിലേക്ക് പോയ ഒരു വിമാനം ഏതാണ്ട് 1 ടണ്ണോളം ഇന്ധനം അതിൽ നിറച്ചിട്ടുണ്ട്. അതാണ് അതത്ര വലിയ തീഗോളമായി മാറാനുള്ള കാരണം. അപ്പോൾ ലണ്ടനിലേക്ക് അത്ര വലിയ ദീർഘദൂര യാത്ര, ഇത്രയും വലിയ ഇന്ധനമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നൊരു വിമാനം മിനിമം അതിൻ്റെ സുരക്ഷാ പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഈ പൈലറ്റുമാർ ഈ വിമാനം പുറപ്പെടുന്നതിന് മുമ്പ് എല്ലാം ഒത്തുനോക്കി എല്ലാം ഉറപ്പുവരുത്തിയിട്ട് ശേഷമേ വിമാനം ടേക്ക് ഓഫിന് തയ്യാറെടുക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് ആ ഘട്ടത്തിലൊന്നും മനസ്സിലാകാത്ത എന്ത് സാങ്കേതിക പിഴവാണ്. സാധാരണഗതിയിൽ അത്തരം പിഴവുകളുണ്ടപ്പോൾ വിമാന സർവീസുകൾ റദ്ദാക്കുന്ന പതിവ് അങ്ങനെയാണ്. ആ പിഴവ് പരിഹരിച്ചതിന് ശേഷം മാത്രമേ പോകുള്ളൂ. അപ്പോൾ അവർക്ക് കണ്ടെത്താൻ പറ്റാത്ത ഗുരുതരമായ എന്തോ ഒരു പിഴവ്, അത് ഈ പറഞ്ഞ പോലെ ഈ സോഫ്റ്റ്വെയർ മാൽ ഫങ്ഷൻ ആവാം, അല്ലെങ്കിൽ ഒരു തീവ്രവാദ ആക്രമണവും നമ്മൾ ഈ ഘട്ടത്തിൽ എഴുതി തള്ളാനൊക്കില്ല. കാരണം അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ അതിനും സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്യാപ്റ്റൻ സ്റ്റീവ് അദ്ദേഹം പറയുന്ന 3 കാര്യങ്ങൾ ഇങ്ങനെയാണ്. അപകടത്തിൽപ്പെട്ട ബോയിങ് 787 വിമാനം ഏറ്റവും വിശ്വാസയോഗ്യമായ വിമാനമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഡ്രീം ലൈനർ വിമാനങ്ങൾ ഇതിനു മുമ്പ് ഇത്ര വലിയ അപകടം ഉണ്ടാക്കിയ ചരിത്രമില്ല. മറ്റൊന്ന് പറയുന്നത്, വിമാനം വീഴുന്ന വീഡിയോ നിരീക്ഷിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, നിലത്ത് നിന്ന് വിമാനം ഉയരുന്നതിനായി പ്രവർത്തിക്കുന്ന വസ്തുക്കളിൽ ഒന്നാണ് ഫ്ലാപ്സ്. വിമാനച്ചിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗം ചിറകിന്റെ മുന്നിലും പിന്നിലുമുണ്ട്. സാധാരണ വിമാനം ഉയർന്നു പറക്കുന്ന അവസരത്തിൽ വിമാനച്ചിറകിന്റെ മുൻവശത്തെ ഫ്ലാപ്പുകൾ ഉയർന്നിരിക്കുകയും പിൻവശത്തേക്ക് താഴ്ന്നിരിക്കുകയുമാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ വിമാനത്തിന് പറക്കാനുള്ള ചരിവ് ലഭിക്കുകയുള്ളൂ. അധികം ചരിവില്ലാതെ പറന്ന വിമാനം അവസാന നിമിഷം മാത്രമാണ് മുൻഭാഗം ഉയർത്തുന്നത്. വിമാനത്തിന്റെ എഞ്ചിനുകൾ പരാജയപ്പെട്ടതല്ല വിമാനം താഴേക്ക് പതിച്ചതിന് കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എഞ്ചിനുകൾ പരാജയപ്പെടാൻ 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, പക്ഷികൾ എഞ്ചിനിൽ കടന്നാൽ എഞ്ചിൻ തകരാറിലാകാം, ആദ്യ കാരണം. എന്നാൽ തകർന്ന എഞ്ചിനിൽ നിന്ന് സാധാരണ പുക ഉയരാറുണ്ട്. 2 എഞ്ചിനിലും പക്ഷികൾ കടക്കുന്നത് അപൂർവമാണ്. എന്നാൽ തകർന്ന വിമാനത്തിന്റെ എഞ്ചിനുകളിൽ നിന്ന് പുക ഉയരുന്നില്ല എന്ന് ക്യാപ്റ്റൻ പറയുന്നുണ്ട്. കൂടാതെ ഒരു എഞ്ചിൻ കൊണ്ട് മാത്രം ഈ വിമാനത്തിന് പറക്കാനാകുമെന്നും അദ്ദേഹം പറയുന്നു. രണ്ടാമതായി, മോശം ഇന്ധനമായതിനാൽ വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്ക് ഇന്ധനം എത്താതെ അവ പ്രവർത്തിക്കാതിരുന്നതാകാം എന്ന സിദ്ധാന്തമാണ്. എന്നാൽ മോശം ഇന്ധനമായിരുന്നെങ്കിൽ വിമാനം നിലത്ത് നിന്ന് ഉയർത്തുന്നതിന് എഞ്ചിൻ പരാജയപ്പെടുമായിരുന്നു എന്നും പറയുന്നു. വിമാനം തുടക്കത്തിൽ പറന്നു തുടങ്ങിയതിനാൽ അത് കാരണമായേക്കില്ല, മോശം ഇന്ധനമല്ല. വിമാനം പയർന്നുയരുന്നതിന്റെ ദൃശ്യമാണ് ഈ ക്യാപ്റ്റൻ നിരീക്ഷിച്ച് പറയുന്നത്. വിമാനം ഉയരുന്നത് വളരെ കാര്യങ്ങൾ
അതായത് ഉയരുന്നത് വരെയുള്ള കാര്യങ്ങൾ മികച്ചതാണ്. വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറുകൾ, അതായത് ചക്രങ്ങൾ ഉയരാത്തത് എന്തുകൊണ്ടാണ് എന്നതിന്റെ സംശയവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പൈലറ്റിന്റെ സഹായിയെ കോ പൈലറ്റാണ് ലാൻഡിംഗ് ഗിയറുകൾ ഉയർത്തേണ്ടത്. എന്നാൽ ഉയർന്നു പൊങ്ങിയ വിമാനം പൊടുന്നനെ മുകളിലേക്ക് പോകുന്നത് നിർത്തുകയും നേരെ പോവുകയും ചെയ്യുന്നു. ദൃശ്യങ്ങളിൽ നിന്ന് ചക്രങ്ങൾ ഉയർത്തുന്ന ലിവറിന് പകരം വിമാനത്തിന്റെ ചിറകുകളിലെ ഫ്ലാപ്പുകൾ നിയന്ത്രിക്കുന്ന ലിവർ കോ പൈലറ്റ് അബദ്ധവശാൽ ഉയർത്തിയതാകാം. അതാണ് ഈ അപകട കാരണം. നേരത്തെയും അതെ, ഹ്യൂമൻ എറർ തന്നെയാണ് ഇതിന്റെ മെയിൻ കാരണമെന്നാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അത് പറഞ്ഞ ഹ്യൂമൻ എറർ തന്നെ ആകാനാണ് സാധ്യത. കാര്യം എന്താ വെച്ചാൽ 33 സെക്കൻഡിനുള്ളിൽ ആ പിഴവ് തിരിച്ചറിഞ്ഞത് തിരുത്തി അത് മുൻപോട്ട് പോകാനുള്ള സമയം അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഇല്ല, അങ്ങനെയാണ് അത് വീണത്. അതെ.